വർഷങ്ങളായി കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ ഒരു പഞ്ചാബി കുടുംബത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ ആഘോഷങ്ങളും പാട്ടും കുത്തൊന്നും വെള്ളവായിക്കും തൊട്ടാവായിക്കും കുറ്റപ്പെടുന്നവരില്ല. അതിന് നമ്മുടെ ബർത്ത്ഡേയാണോ? വെള്ളവായുടെ ചോട്ടാവായുടെ ബർത്ത്ഡേ അല്ല. ഇത്രയും കാലമായിട്ട് അത് ഇവരെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല. ഇങ്ങനെ പുതിയൊരു തീരുമാനം. അതോ ചിലപ്പോൾ പ്രായം പുറത്തിരിക്കാൻ വേണ്ടിയായിരിക്കും. അല്ലണമുണ്ടമാരെ നിങ്ങൾക്കറിയോ അവരെ ഇരട്ടപ്പെട്ടതാ. ഓ, അപ്പൊ അമ്മ വെട്ടതല്ലേ? രണ്ട് ശരീരവും ഒരു മനസ്സുമായി ഒരു അമ്മയുടെ വയസ്സിൽ നിന്നും ഒരേ സമയം ഇറന്ന് വീണുവാനാണത്. ഇത്രയും കാലമായിട്ടും അവരുടെ ഒരു ആഘോഷം പോലും ഈ വീട്ടിൽ നടന്നിട്ടില്ല. പിന്നെ ഇങ്ങനൊരു ആഘോഷം അവരുടെ എല്ലാമായ സോനാമോളുടെ നിർബന്ധപ്രകാരം മാത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ നല്ലൊരു ആഘോഷമാക്കി കണ്ടുവാങ്ങണം. അതെ അതെ അതെ. എന്നാ പിന്നെ അലങ്കാർ പണിക്കൊപ്പം കേക്ക് മുറിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. അല്ല, കേക്ക് മുറിക്കണം. ഓ ഇതാ കേക്കല്ല, കേക്ക് കേക്ക്. ഓ അതിനുള്ള ഏർപ്പാട് ചെയ്യും. ഓ അയ്യോ ചോട്ടാമായി വിടാമായി വരും. ഇത് കാരണം ഒരു പഞ്ചായത്തിനും പഞ്ചാബിനോട്ട് പോലും കളിക്കാൻ എനിക്ക് പറ്റില്ല. അയ്യോ അയ്യോ വാഴ കാലിൽ നിന്നോ. അയ്യോ ഒന്നും പറയണ്ട. എന്നാ പിന്നെ ഒന്നും പറയണ്ട. എല്ലാം വായുടെ മനസ്സിലും അറിയില്ല. അതല്ലേ ഞാനിങ്ങനെ അഞ്ചാമത്തെ കല്യാണം വേണം. കാര്യം വേണ്ടി കാര്യം കയറ്റി വെച്ച് കൈയുടെ വേണ്ടി കൈയും കയറ്റി വെച്ച് അതിന് വേണ്ടി ഒരു അത് ചായ വെച്ചിട്ട് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് ആ മരുസിംഗ് ഓടി വന്നിട്ട് എന്നോട് ഒറ്റ പറച്ചില് ഈ തുസിങ്ങിന്റെ മോൾ അയാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. കേട്ട വാതി കേൾക്കാത്ത വാതി മരുന്നുണ്ട്. മാർക്കിന് കുളത്തിലേക്ക് എടുക്കുകയാണ് പോലെ അഞ്ചാമത്തെ നിലയിൽ ഞാനൊരു ഒറ്റ ചാട്ടം. നാലാമത്തെ നിലയിലെത്തിയപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് മകളില്ലല്ലോ. മൂന്നാമത്തെ നിലയിലെത്തിയപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ കല്യാണം പോലും കഴിക്കുന്നില്ലല്ലോ. താഴെ വീണപ്പോഴാണ് ഞാൻ പ്രധാനപ്പെട്ടൊരു കാര്യം ഓർത്തു. ഞാൻ ചിത്തുസിംഗല്ലോ എടാസിംഗാണെന്നുള്ള കാര്യം. നമുക്ക് ചടങ്ങ് തുടങ്ങാം. കേക്ക് മുറിയാം. ശരി. Happy birthday, Bella. Happy birthday, Jota. Happy birthday, Bella. Happy birthday, Jota Bella. ഈ സുന്ദര നിമിഷത്തിൽ ഇതേപോലെ പറയാനുള്ള കാര്യം അത് വെള്ളവായിട്ട് നിങ്ങളോട് പറയും. അല്ല അത് വേണ്ട, നീ പറഞ്ഞു. വായി പറയാം. അല്ല നീ പറഞ്ഞു. വായല്ലേ മുന്തത് വായെന്ന് പറ. അല്ല നീ പറ. ആ സമയത്ത് 2 ലക്ഷം കേക്കും കൂടെ തന്നെയല്ലേ. ശരി, എന്നാ ഞാൻ തന്നെ പറഞ്ഞ ഇനി ഈ വീട്ടിൽ നടക്കുന്ന അടുത്ത വിശേഷം നമ്മുടെ സോന കേട്ടിയുടെ വിവാഹമാണ്. അതിന് എത്രയും പെട്ടെന്ന് നല്ലൊരു സിംഗിനെ കണ്ടുപിടിച്ച് അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഭാര്യമാരൊന്നും അക്കാര്യത്തിൽ പേടിക്കണ്ട. അക്കാര്യം കിടക്കാൻ ഞാൻ ഏറ്റു. ഓ അയ്യോ, കേൾക്കാൻ പറ്റിയൊരാള്. എന്ത് കുഴപ്പമൊന്നും. എന്ത് കുഴപ്പം? 2-3 ദിവസത്തോട് ഞാൻ പുറകെ നടന്ന് പറയുമല്ലേ എനിക്കൊരു പഴയ റേഡിയോ കൊടുത്താ പഴയ റേഡിയോ കൊടുത്തരാം. എന്നിട്ട് കൊടുത്താമോ? ഇന്ന് ഞാൻ എവിടുത്തെങ്കിലും പോയി ഒരു പഴയ റേഡിയോ ഒപ്പി. ചോട്ടവായിന്റെ പഴയ റേഡിയോ അതെനിക്ക് കുറച്ച് പഴയ പാട്ടുകൾ കേൾക്കാൻ. അതൊന്നും പറഞ്ഞു ഞാൻ സമയമില്ല. നമ്മുടെ പെങ്ങളെ പെണ്ണ് കാണാൻ വേണ്ടി ഏത് നിമിഷവും ചെറുക്കൻ ഇവിടെ വരാം. ഈ വീടൊക്കെ ഒന്ന് ഓടി പിടിപ്പിക്കണം. അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തോ. മനുഷ്യന് വരുന്ന ഓരോ കഷ്ടകാലങ്ങൾ ഇപ്പൊ ഈ കഷ്ടകാലം എന്തെങ്കിലും പിടിക്കും. അതിന് ചോട്ടച്ചാൻ കഷ്ടകാലം. എന്താ കഷ്ടകാലം? ഇന്നലെ ഞാൻ ലോഡ് ഒറ്റ നമ്പറിനാ 1 സമ്മാനം നഷ്ടമായി. നിന്റെ ഒരു നമ്പർ തെറ്റിപ്പോയിട്ട് നിനക്ക് ഇത്ര വേണം. എന്റെ മൊത്തം നമ്പർ തെറ്റിപ്പോയിട്ട് എനിക്ക് യാതൊരു വിഷമമില്ല. ഈ താരാത്തിന് എല്ലാം കാണിക്കാം. കുറെ നേരമായി പഞ്ചസാര നോക്കുമ്പോൾ കളഞ്ഞു.
പറഞ്ഞ് ഞാൻ നിങ്ങളോട് ഇവിടെ വേലയ്ക്ക് വന്നതല്ല. പിന്നെ എന്തെല്ലാം രീതി വന്നത്? ഇവിടുത്തെ ബെടാബായുടെയും ചോട്ടാബായുടെയും ഒരേ ഒരു പെങ്ങളാണ് സോന. അല്ല സോന. സത്യം പറയാലോ, ഈ സോനി ഞാനും തമ്മിൽ പ്രേമത്തിലാണ്. അവളെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് പണിക്ക് വന്നത്. അപ്പൊ നീ എന്റെ കഞ്ഞി മണ്ണ് വൈകിട്ടല്ലേ ഞാനൊരു ഒറ്റ വാക്ക് സോന എടുത്ത് പറഞ്ഞാൽ നിങ്ങളെ ആയിരിക്കും ആദ്യം കൊണ്ട് കെട്ടുകെട്ടിക്കുന്നത്. എടോ എന്റെ പൊന്നപ്പി, നീ കാണാൻ എന്തിനു വേണമല്ലേ എന്നെ പറഞ്ഞത്? എന്റെ ശരിവേണ്ട. ഈ പ്രേമം എന്ന് പറയുന്നത് ഒരു വലയാണ്. അല്ലേ? അതെ, ആ വലയിൽ കുരുന്ന കാമുകന്മാരാണ് സ്പൈഡർമാൻ. ഈ പ്രേമിച്ച പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കുമ്പോൾ അവൻ സൂപ്പർമാനാണ്. അങ്ങനെ ആ കല്യാണം നടക്കുന്നതിന് വേണ്ടി അവൻ നാട്ടിൽ ജെന്റിൽമാനാണ്. അങ്ങനെ കല്യാണം നടന്നു കഴിയുമ്പോൾ അവൻ ആ വീട്ടിൽ ഒരു വാച്ച്മാനാണ്. പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ അവൻ അവിടുത്തെ നല്ലൊരു ഡോബർമാനാകുന്നു. കൊള്ളാൻ ഞാൻ അതിനെ കണ്ടു. നടക്കട്ടെ നടക്കട്ടെ. ഞാൻ പുറത്തേക്കൊന്ന് പോവാണേ. അപ്പു, നീ എന്തേ വെച്ചിട്ടില്ല? അയ്യോ, ഇവിടെ കയറാൻ ഇതല്ലാതെ വേറൊരു വഴി ഞാൻ കണ്ടില്ല. ആര് പറഞ്ഞു? തെക്കേ സൈഡിലൂടെ വരെ വേറൊരു വഴിയുണ്ടല്ലോ. അയ്യോ, ഈ സമയത്ത് തന്നെ ഇങ്ങനത്തുള്ള കോമഡികളൊന്നും കയറി അടിക്കല്ലേ. പോവണം. നീ നാളെ തമ്മിൽ കണ്ടിട്ട് എത്ര ദിവസമായി അറിയാമോ? അതെന്താ ഇവിടെ ഏഷ്യാനെ കിട്ടുന്നില്ലേ? അയ്യോ, അതല്ല. ഇന്നലെ എന്റെ പെണ്ണ് കാണാൻ ഒരു ചെക്കൻ വന്നു. ചെക്കനെ എന്റെ മുടിയാണ് അത്ര ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് ഞാൻ കൂലി കൊടുത്തുള്ള കാശിന്ന് മേടിച്ചു. എന്ത് വേലയാണ് ഈ കാണിച്ചത്? എന്ത് വേല? അതിനേക്കാൾ സൂപ്പർ ടിക്കറ്റ് ഇരിക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷെ എന്തായാലും ഇവിടുത്തെ വർക്ക് തീരുമ്പോ ഞാൻ നിന്നെയും കൊണ്ട് ഇവിടുന്ന് പോകും. കൊണ്ടിട്ട് പോകാതിരുന്നാ മതി. ഇവിടുത്തെ പഞ്ചാബികളെ അത്ര മണ്ടന്മാരൊന്നും അല്ല. ഓ പിന്നെ നീ പഞ്ചാബികളുടെ പേര് പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. ഞാനും കുറെ പഞ്ചാബികളെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. എന്താ പറയാ, പഞ്ചാബികൾ എത്ര തരമുണ്ട്? അത് പിന്നെ ഇങ്ങനെ പെട്ടെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ നീ പറ, എത്ര തരമുണ്ട്? 4 തരമുണ്ട്. 4 തരമോ? അതെ, പഞ്ചായ്, പഞ്ചാബി, പഞ്ചാബി, പഞ്ചാടി. പഞ്ചാടിയോ? അതെന്താ? അതെ, ഇതുപോലെ കിടന്ന് കറങ്ങുന്നവരെ പഞ്ചിതി കൊടുക്കുന്നവരാ പഞ്ചാടികള്. കേട്ടിട്ട് തന്നെ പേടിയാവുന്നത്. അതെ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു സോഷ്യൽ മെന്റാലിറ്റിയിലൂടെ പോയാൽ എന്താ വല്ല പ്രശ്നമുണ്ടോ? അതിന് പഞ്ചാബി മലയാളി തമ്മിൽ എങ്ങനെ സോഷ്യലിസം ആവും? ശരി, ഇവിടെ 2 രൂപ അരിക്കാത്ത പുഴു, വില കൂടി ചിക്കലിനും പുഴു, ഇതിനും വലിയ സോഷ്യലിസം ഒന്നും വേറെ ഇല്ലല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? എന്തെങ്കിലും റിസ്ക് എടുത്ത് സ്നേഹിച്ചു കൊല്ലാൻ എന്ത് ഗുണങ്ങളാണ് ഇതിൽ കണ്ടത്? സംശയം എന്താ? നിന്റെ ഈ മട്ടുപോവ് തന്നെ. മണ്ടുപ്പാവോ? അല്ല, നിന്റെ ഈ മട്ടും ഭാവവും ഒക്കെ തന്നെയാണെന്ന്. അല്ല, എനിക്കൊരു സംശയം. എന്ത്? നിങ്ങൾ ഈ പഞ്ചാബികൾ നൃത്തം ചെയ്യുമ്പോ എല്ലാവരും ഇങ്ങനെയാണല്ലോ, കൈ മുകളിലോട്ട് വെച്ചിട്ട് ഹറോറപ്പ ഹറോറപ്പ ഹറോറപ്പ. ഇതെന്താ എല്ലാവരും ഇങ്ങനെയുള്ള സ്റ്റെപ്പ് കഴിക്കുന്നത്? ഞങ്ങൾ കളിക്കുന്നത് ഗ്രൂപ്പ് ഡാൻസ് അല്ലേ? ഈ കളിക്കുന്ന സമയത്തെ ഇങ്ങനെ ഇങ്ങനെ വെച്ച കണ്ണി കൊള്ളത്തില്ലേ? കൊള്ളാതിരിക്കാനാ മുകളിലേക്ക് ഇങ്ങനെ വെച്ചാക്കുന്നത്. പിന്നെ ഒരു കാര്യം, എന്താ? അതിനിവിടെ കിടന്നങ്ങനെ കറങ്ങില്ല. എന്ത്? സിംഗ് വരും. ശരിയാ, ഇവിടെ വന്നു നിന്നപ്പോ തന്നെ ഒരു സിംഗ് വരുന്നുണ്ട്. ഞാനൊന്ന് സിംഗിക്കോട്ടെ. മധുരം ജീവാമൃതബിന്ദു. അയ്യോ, ഈ സിംഗ് കേട്ടാലേ അകത്തുനിന്ന് യഥാർത്ഥ സിംഗ് ഇറങ്ങി വരും. ശരി, ഏത് സിംഗ് ഇറങ്ങി വന്നാലും നീ നോക്കിക്കോ, അടുത്ത സിംഗത്തിൽ ഞാൻ നിന്റെ കരുത്തിൽ സിംഗ് ചാർത്തും. താലി ചാർത്തിയിരിക്കും. എന്താ എന്റെ മോക്ക് വയ്യാത്തെ? ഞാൻ പറയാം, ഞാൻ നിങ്ങൾ നിങ്ങളെ തമ്മിൽ പ്രേമത്തില്ല. എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതെ, നേരെ. എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇയാളെ കൊടുത്തന്നെ ആയിരിക്കും. തട്ടിക്ക് വിളിച്ചിട്ട് വലിയ നിന്നെ ഞാൻ
തൊട്ട് അടുത്ത ഹോളി വരെ അവളുടെ ഇടവും വരും നമ്മുടെ പിള്ളേരുണ്ടായിരിക്കണം. പിന്നെ അവൻ എങ്ങനെ കൊണ്ടുപോകൂടാ? എന്നിട്ടും അവൻ കൊണ്ടുപോകുന്നത് എനിക്കൊന്ന് കാണണം. നാളെയാണ് ഹോളി. അവൻ പറഞ്ഞ അവസാന ഡേറ്റ്. ശരിയാ, അവന്റെ അവസാനത്തെ ഡേറ്റ്. ഇതിപ്പോൾ അവൻ സിനിമകളിൽ കാണുന്ന പോലെ വേഷം മാറി വരാനും സാധ്യതയുണ്ട്. വിടാതായി ഈ ഹോളി അന്ന് തട്ടിക്കൊണ്ടു പോകുന്നു പറഞ്ഞ കാര്യം കേട്ടിയോ? ഇല്ല. ഹോളി അന്ന് നമ്മളെല്ലാം ചായത്തെ കുറിച്ച് നിൽക്കുമ്പോൾ അവനും ചായത്തെ കുറിച്ച് വന്നാൽ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല. ശരിയാ, അങ്ങനെ തട്ടിക്കൊണ്ടു പോകാനായിരിക്കും അവൻ ഈ ഹോളി തന്നെ തെരഞ്ഞെടുക്കുന്നത്. എന്നാ പിന്നെ ഈ പ്രാവശ്യം നമുക്ക് ഹോളി ആഘോഷിക്കാം. നീ എന്നെ വൃത്തികേടാണ് വേണ്ടത്. ഒരു വീരത്തിനത്തിന്റെ ഭീഷണിയായിട്ട് നമ്മൾ ഹോളി ആഘോഷിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തക്കാരെ വരുമ്പോൾ നമ്മൾ എന്ത് സമാധാനം പറയും? അതുകൊണ്ട് ഹോളി നമുക്ക് ആഘോഷിച്ചേ പറ്റൂ. എങ്ങനെ ആഘോഷിക്കുന്ന ഈ പറയുന്നേ? ഈ പ്രാവശ്യത്തെ ഹോളി ചായക്കൂട്ടുകളും കളറുകളും ഇല്ലാത്ത ഒരു ഹോളി. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി വർണ്ണക്കൂട്ടുകളില്ലാത്ത ഒരു ഹോളി ഈ പഞ്ചാബി കുടുംബത്തിൽ ആഘോഷിച്ചു. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്ന സ്ഥിതിക്ക് ഇനി പൊടിയിട്ട് വർണ്ണശബളമായി അടിച്ചു പൊളിച്ചൊരു ഹോളി നമുക്ക് അങ്ങോട്ട് ആഘോഷിച്ചാലോ? ശരിയാ, നമ്മുടെ സോനമോളെ കൂടി തുറന്നുവിട്. ഇനി പേടിക്കണ്ടല്ലോ. നമ്മുടെ സോനമോളെ കാണുന്നില്ല. സോനമോളെ കാണുന്നില്ലേ? അവിടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇല്ല, ഞാൻ എല്ലാവർക്കും നോക്കി. ഇല്ല. ആണോ? എങ്കിൽ അവൻ റൂമിലുണ്ടോ നോക്കൂ. അവനുണ്ട്. എങ്ങനെ ഇരുന്നാലും ചിരിക്കാതെ എന്റെ പെണ്ണെവിടെ ഉണ്ടെന്ന് പറ. ഇനി അവരെല്ലാം കടുകയും ചെയ്ത് കാണും. എന്റെ പെണ്ണെവിടെ? നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവിടുത്തെ സോന വീട്ടില് എന്റെ ചേട്ടന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞു കാണും. ചേട്ടനോ? യോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ മനസ്സിലാക്കി തരാം. ഞങ്ങളെ ടിൻസോ. അതെ, ഞങ്ങൾ ഇരട്ട